ഹലോ ഗായ്സ്, നമുക്കിന്ന് ഗോബി പറാത്ത ഉണ്ടാക്കിയല്ലോ. ഗോബി പറാത്ത എന്ന് പറയുമ്പോൾ നമ്മൾ കോളിഫ്ലവർ സ്റ്റഫ് ചെയ്തിട്ടുണ്ടാക്കുന്ന നമ്മൾ ചപ്പാത്തിയില്ലേ, അത് തന്നെ നമുക്ക് വേഗം ഉണ്ടാക്കിയാലോ. അതിനകത്ത് തന്നെ കോളിഫ്ലവർ നല്ലതുപോലെ അല്ലി അടർത്തിയിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും കുറച്ച് നേരം ഇട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ആട്ടെ എടുത്തു, എന്നിട്ട് അതിൽ കുറച്ച് ചൂടുവെള്ളം ഉപ്പൊക്കെ ഇട്ടു. സോഫ്റ്റ് ആണെങ്കിൽ നമുക്ക് ചൂട് പാലിലൊക്കെ കുഴച്ചെടുക്കാം കേട്ടോ, അപ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആവും. ഞാൻ അപ്പം ചൂടുവെള്ളം ഉപ്പ് മാത്രം ഒഴിച്ച് കുഴച്ചെടുത്തു. എന്നിട്ട് നല്ലതുപോലെ നീഡ് ചെയ്തിട്ട് ഒരു ഡോയാക്കി അവിടെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഉപ്പിലിട്ട് വെച്ച കോളിഫ്ലവർ ഇല്ലേ, അത് നല്ലതുപോലെ കഴുകിയെടുത്തിട്ട് നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക, ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് സവാള കുനുകുനാന്ന് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ നമ്മൾ മല്ലിയില, ഉപ്പ്, മുളക്, മഞ്ഞൾ, ഗരം മസാല, പിന്നെ ജീരകപ്പൊടി ഉണ്ടെങ്കിൽ അതും ചേർക്കട്ടോ. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. എന്നിട്ട് അത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുപ്പത്തൊരു പാൻ വെച്ച് അതിലേക്ക് ഈ മിക്സ് ചേർത്തിട്ട് നല്ലതുപോലെ അതിൻ്റെ പച്ചമണം മാറുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കുക. വല്ലാതെ വാടിപ്പോണ്ട, അതിൻ്റെ പച്ചമണം മാറി അതൊന്ന് സോഫ്റ്റ് ആയാൽ മതി, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി. എന്നിട്ട് അത് നല്ലതുപോലെ അങ്ങനെ ഇളക്കിയെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാട്ട് മസാലയൊക്കെ ചേർത്താൽ കുറച്ചുകൂടി പക്കാ നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കിട്ടും. പക്ഷെ ഞാനതൊന്നും ചേർത്തിട്ടില്ല, വീട്ടിൽ ഇല്ലയും ചെയ്യുന്നു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നമ്മളെ കോളിഫ്ലവർ ഗ്രേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ മിക്സ് വെജിറ്റബിൾസ് പോലെ വേറെ വെജിറ്റബിൾസൊക്കെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കാൻ പറ്റുന്നതൊക്കെ ചേർക്കാം കേട്ടോ. കൂടുതൽ പച്ചക്കറി കഴിക്കാനൊക്കെ മടിയുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ കഴിച്ചോളും. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ്. എന്നിട്ട് നമ്മൾ അത് റോസ്റ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി തണുക്കാൻ വയ്ക്കാം. എന്നിട്ട് തണുത്തതിന് ശേഷം നമ്മൾ നേരത്തെ നീഡ് ചെയ്ത് വെച്ച ഡോ ഉണ്ടല്ലോ ചപ്പാത്തിയുടെ, അതെടുക്കുക. ഇന്ന് ഓരോ ഉരുളെടുക്കുക, ജസ്റ്റ് ഒന്ന് പരത്തുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച മസാലകളുണ്ടല്ലോ, നമ്മൾ കോളിഫ്ലവർ മസാല ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ കൂട്ടി ഒരു റോളാക്കി എടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ചപ്പാത്തി പരത്തും പോലെ നല്ലതുപോലെ പരത്തിയെടുക്കുക. വല്ലാതെ നൈസായിട്ട് പരത്താൻ കഴിയില്ല, പിന്നെ പരത്താൻ വളരെ ശ്രദ്ധിച്ച് സാവധാനം പരത്തുക, അല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോട്ടോ. അങ്ങനെ നമുക്ക് ഒരു ചപ്പാത്തി നമ്മൾ പരത്തിയെടുത്തു. പിന്നെ ഇതാ ഇങ്ങനെ കേട്ടോ ഞാനിത് റോൾ ചെയ്തെടുക്കണേ. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തത്. ചിലവരുണ്ടാവും ഇതെല്ലാം കൂടി മിക്സ് ചെയ്യും, എന്നിട്ട് ഒറ്റ ഡോ ആക്കി അങ്ങ് കുഴയ്ക്കും. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ റോളാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യണവരുണ്ട് കേട്ടോ. ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കോളിഫ്ലവർ മസാല ഇല്ലേ, അത് ചപ്പാത്തിൻ്റെ ഡോൻ്റെ കൂടെ തന്നെ കുഴയ്ക്കുക. എന്നിട്ട് സാധാരണ ചപ്പാത്തി പരത്തണമാരെ അങ്ങ് പരത്തുക. അപ്പോൾ കുറച്ചുകൂടി ടൈം കൺസ്യൂമിങ് ആയിരിക്കും. ഇതിൻ്റെ സാധാരണ ചെയ്യണം എങ്ങനെയാണോ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. നമ്മൾ 4-5 പരത്തി മക്കൾക്ക് വരുമ്പോഴത്തേന് വേഗം റെഡിയാക്കണം. അപ്പോൾ വേഗം പരത്തിയിട്ട് വല്ലാതെ വട്ടത്തിലാക്കി പരത്തിയൊന്നുമില്ല. അപ്പോൾ ഏകദേശം ഇത് പരത്തി വെച്ചപ്പോൾ തന്നെ വേഗം തന്നെ വൃത്തിയാക്കലും കൂടെ തന്നെ ചെയ്തിട്ടോ, അല്ലെങ്കിൽ ലാസ്റ്റിക്ക് വെച്ചൊക്കെ നേരം വൈകും. അങ്ങനെ പരത്തി കഴിഞ്ഞ് 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. എന്നിട്ട് ചപ്പാത്തി പലക നമ്മൾ അടുപ്പത്ത് വെച്ചു. ഓരോന്നായിട്ട് സാവധാനം ചുട്ടെടുക്കുക. എടുക്കുമ്പോഴൊക്കെ സൂക്ഷിക്കട്ടെ, അല്ലെങ്കിൽ വേഗം പൊട്ടിപ്പോകും. ചപ്പാത്തി സാധാരണ ചപ്പാത്തീൻ്റെ അത്ര സ്ട്രോങ് ഉണ്ടാവില്ല അത്, അപ്പോൾ വേഗം പൊട്ടിപ്പോകുന്നതുകൊണ്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് അത് ഒരു ഭാഗം നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രം ഒരു ഭാഗം തിരിച്ചിടുക. അങ്ങനെ ഒരു പ്രാവശ്യം 2 ഭാഗം ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബട്ടറോ ഗീയോ എന്തെങ്കിലും ഒന്ന് ചേർക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ ബട്ടറാണ് ചേർത്തത്. അത് ഒരു ഭാഗത്ത് ഇങ്ങനെ ബ്രൗൺ വന്ന് തുടങ്ങുമല്ലോ, അപ്പോൾ ആ ഭാഗത്ത് ആദ്യം തേക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചത് നല്ലതുപോലെ മെൽറ്റ് ആവാൻ വേണ്ടി, ആ ചൂട് കിട്ടാൻ വേണ്ടി കാത്ത് വെക്കുക. എന്നിട്ട് ആ ഭാഗം ഫ്ലിപ്പ് ചെയ്ത് താഴത്തേക്ക് വെക്കുക. എന്നിട്ട് അപ്പുറത്തെ ഭാഗത്തും ഇതേപോലെ കുറച്ച് ഒരു വെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഏതെങ്കിലും ഒന്ന് ചേർക്കുക. നെയ്യോ വെണ്ണയായിരിക്കും ബെറ്റർ വെളിച്ചെണ്ണ ആക്കുന്നതിനെക്കാട്ടിലും കേട്ടോ. ഏത് ഓയിലിനെക്കാട്ടും ഇത് രണ്ടാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അങ്ങനെ നല്ലതുപോലെ ഓരോന്ന് ചുട്ടെടുക്കാം. ഞാനിങ്ങനെ ഇടയ്ക്ക് ചെയ്ത് നോക്കാറുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ ചിലപ്പം പച്ചക്കറി കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാകുമ്പോൾ ഞാനിങ്ങനെ ഓരോ പച്ചക്കറി ഇങ്ങനെ ഗ്രേറ്റ് ഇടാൻ പറ്റുന്നത് മാത്രം കേട്ടോ. ഇപ്പോൾ ക്യാബേജ് അങ്ങനത്തതൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ മിക്സ് ചെയ്തിട്ട് ചപ്പാത്തിൻ്റെ സ്റ്റഫ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ സമയമുള്ളപ്പോഴേ ചെയ്യാറുള്ളൂ കേട്ടോ. അല്ലാതെ ഇത് ചിലപ്പം നമ്മൾ രാവിലത്തെ ഹരിബറിലും ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയാറില്ല. എനിക്ക് അത്രയ്ക്ക് സ്പീഡിൽ ചിലപ്പോൾ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഇതാ എൻ്റെ ഫസ്റ്റത്തെ ഗോബി പറാത്ത റെഡി ആയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഓരോന്ന് ഇനി ചുട്ടെടുക്കട്ടെ. ചുട്ടെടുക്കുന്നതിൻ്റെ ഇടയിൽ കുഞ്ഞൂസ് വന്നുകൊണ്ട് കുറച്ച് ലാഗായിപ്പോയി. ഞാൻ അവൾക്കിനി കുറച്ച് ഉണ്ടാക്കിയെന്ന് ഒരു
പൊറാട്ട എടുത്ത് കൊടുക്കട്ടെ. അവൾ വിശക്കുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വന്നത് തന്നെ. ഇനി അത് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലാണ് മോള് തേൻ ചോദിച്ചത് കേട്ടോ. തേൻ്റെ കൂടെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. പക്ഷെ ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ലേ. പക്ഷെ ഗോഡ് പ്രോമിസ് ഇത് ഭയങ്കര നല്ല കോമ്പിനേഷനാണ് കേട്ടോ. സൂപ്പർ കോമ്പിനേഷൻ. ഞാനൊന്ന് കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനത് വിചാരിച്ചില്ല കേട്ടോ അത്ര ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത്. ഞാൻ വല്ല മയണൈസ് അങ്ങനെ എന്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനത് ഉണ്ടാക്കിയില്ല. ഏകദേശം നമ്മുടെ പൊറോട്ട റെഡിയായി. സംഭവം സൂപ്പറാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി വെക്കണം.